ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ വികസനത്തിന് കേരളത്തിന്റെ വികസനം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവനന്തപുരത്ത് വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അമൃത് ഭാരത് ഉൾപ്പെടെ 4 ട്രെയിനുകളും ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇന്ത്യയുടെ ബഹുമുഖ ചരക്കു നീക്കത്തിന് ഉൾനാടൻ ജലപാതകൾ തന്ത്രപരമായ പങ്കാളിത്തം വഹിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. കേരളത്തിലെ ഉൾനാടൻ ജലപാതകളുടെ വികസനത്തിന് 1500 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചു. അവസരങ്ങളുടെ ചരിത്രപരമായ ജനാധിപത്യവൽക്കരണത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് ജാമ്യം അനുവദിച്ചു. തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് 14 ദിവസം കൂടി നീട്ടി. ന്യൂസിലൻഡിനെതിരായ 2ാം ട്വന്റി ക്രിക്കറ്റ് മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ വികസനത്തിന് കേരളത്തിന്റെ വികസനം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവനന്തപുരത്ത് വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിനായി രാജ്യം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയാണെന്നും നഗരങ്ങൾക്ക് അതിൽ വലിയ പങ്കുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. विकसित भारत बनाने के लिए आज पूरा देश एकजुट होकर प्रयास कर रहा है. विकसित भारत के निर्माण में हमारे शहरों की बहुत बड़ी भूमिका है. बीते 11 वर्षों से केंद्र सरकार अर्बन इंफ्रास्ट्रक्चर पर बहुत निवेश कर रही है. ശാസ്ത്രം, ഗവേഷണം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ കേന്ദ്രം കേരളത്തിൽ വലിയ തോതിൽ നിക്ഷേപം നടത്തുന്നതായും ഈ മേഖലകളുടെ ആസ്ഥാന കേന്ദ്രമായി മാറാൻ കേരളത്തിനാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്തെ സ്റ്റാർട്ടപ്പ് ഹബ്ബാക്കുന്നതിന്റെ ഭാഗമായുള്ള പദ്ധതിക്കാണ് ഇന്ന് തുടക്കം കുറിച്ചതെന്നും ശ്രീ മോദി പറഞ്ഞു. പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിച്ച എല്ലാ പദ്ധതികളും കേരളത്തെ സംബന്ധിച്ച് വലിയ പ്രാധാന്യമുള്ളവയാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, മന്ത്രി എം ബി രാജേഷ്, മേയർ വി വി രാജേഷ്, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവരും പങ്കെടുത്തു. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് എത്തിയ പ്രധാനമന്ത്രി 4 പുതിയ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് ഉൾപ്പെടെ വിവിധ വികസന പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചത്. വിശദാംശങ്ങളിലേക്ക്. നഗര ഉപജീവന മാർഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടിയുള്ള PM സ്വനിധി ക്രെഡിറ്റ് കാർഡ് പ്രധാനമന്ത്രി പുറത്തിറക്കി. 1 ലക്ഷം ഗുണഭോക്താക്കൾക്ക് PM സ്വനിധി ലോണും അദ്ദേഹം വിതരണം ചെയ്തു. തിരുവനന്തപുരത്തെ CSIR NIIST ഇന്നൊവേഷൻ ടെക്നോളജി ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ഹബിന്റെയും ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത്യാധുനിക റേഡിയോ സർജറി സെന്ററിന്റെയും ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നടത്തി. പൂജപ്പുര ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ പുതിയ കെട്ടിടവും ഉദ്ഘാടനം ചെയ്തു. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി രാവിലെ 10:15 തിരുവനന്തപുരത്തെത്തിയ പ്രധാനമന്ത്രിയെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. ഓവർ ബ്രിഡ്ജിൽ നിന്ന് പരിപാടി നടക്കുന്ന പുത്തരിക്കണ്ടം മൈതാനം വരെ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. നാഗർകോവിൽ മംഗലാപുരം, തിരുവനന്തപുരം താമ്പരം, തിരുവനന്തപുരം ചാർലാപ്പള്ളി എന്നീ അമൃത് ഭാരത് എക്സ്പ്രസുകളുടെയും തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനിന്റെയും ഫ്ളാഗ് ഓഫ് ആണ് പ്രധാനമന്ത്രി ഇന്ന് നിർവഹിച്ചത്. പുതിയ ട്രെയിൻ സർവീസുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി രവനീത് സിംഗ് ബിട്ടുവും കൊച്ചുവേളിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി വി സോമണ്ണയും പങ്കെടുത്തു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്തു. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് സംഘടിപ്പിച്ച BJP പൊതുയോഗത്തിലും ശ്രീ മോദി സംബന്ധിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ വിജയം നൽകിയ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. രാജ്യത്തെ ഏറ്റവും മികച്ച നഗരങ്ങളിലൊന്നായി തിരുവനന്തപുരത്തെ മാറ്റാൻ കേന്ദ്രം പൂർണ്ണ പിന്തുണ നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരം നഗരവികസനത്തിന്റെ പ്രാഥമിക രൂപരേഖ മേയർ വി വി രാജേഷ് പ്രധാനമന്ത്രിക്ക് കൈമാറി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ മധുരാന്തകത്ത് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. കേന്ദ്രവും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള മെച്ചപ്പെട്ട സഹകരണം ക്ഷേമ പദ്ധതികൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നത് ഉറപ്പുവരുത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. AIADMK ജനറൽ സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവുമായ എടപ്പാടി കെ പളനിസ്വാമി, മുൻ കേന്ദ്രമന്ത്രി അൻബുമണി രാമദാസ് എന്നിവരും സമ്മേളനത്തിൽ സംബന്ധിച്ചു.
അവസരങ്ങളുടെ ചരിത്രപരമായ ജനാധിപത്യവൽക്കരണത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഇത് യുവജനങ്ങളെ യഥാർത്ഥ അഭിരുചി കണ്ടെത്താനും നൈപുണ്യത്തെ സുസ്ഥിര ഉപജീവന മാർഗമാക്കി മാറ്റാനും സഹായിക്കുന്ന ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചതായും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ ദേശീയ നൈപുണ്യ ഉച്ചകോടി 2026 അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ ജിതേന്ദ്ര സിംഗ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്ത് സമയബന്ധിതമായ പദ്ധതി നിർവഹണം ഉറപ്പാക്കുന്നതിനായി 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച പ്രഗതി സംരംഭം 50ാമത് അവലോകന യോഗമെന്ന സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ട് കഴിഞ്ഞു. ഉത്തർപ്രദേശിലെ മൌ ഘാസിപൂർ താരിഘാട്ട് ന്യൂ ബ്രോഡ്ഗേജ് റെയിൽവേ ലൈൻ പദ്ധതി പ്രഗതിയുടെ നേട്ടത്തിന് ഉദാഹരണമാണ്. ഉത്തർപ്രദേശിൽ മെച്ചപ്പെട്ട റെയിൽ അടിസ്ഥാന സൌകര്യ വികസനം സാധ്യമാക്കിയ പദ്ധതി നടപ്പാക്കാൻ 2018 പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലൂടെ സാധിച്ചു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനത്തിൽ പദ്ധതി നിർണായക പങ്കുവഹിച്ചു. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ ഇന്ന് രാജ്യം പരാക്രം ദിവസ് ആചരിക്കുന്നു. ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പോരാട്ടം ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരിൽ ആത്മവിശ്വാസവും ഐക്യവും പകർന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. കേരളത്തിലെ ഉൾനാടൻ ജലപാതകളുടെ സമഗ്ര വികസനത്തിന് 1500 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ച് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ഉൾനാടൻ ജലപാത വികസന കൌൺസിലിന്റെ 3ാം യോഗത്തിന് കൊച്ചിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ഉൾപ്പെടെ രാജ്യത്തെ വിനോദസഞ്ചാര വികസനത്തിനും ചരക്കുനീക്കം സുഗമമാക്കുന്നതിനും ജലപാതകളുടെ സാധ്യത പരമാവധി ഉപയോഗിക്കും. ഇന്ത്യയുടെ ബഹുമുഖ ചരക്കുനീക്കത്തിന് ഉൾനാടൻ ജലപാതകൾ തന്ത്രപരമായ പങ്കാളിത്തം വഹിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ചടങ്ങിൽ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയായിരിക്കും. വിഴിഞ്ഞത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാക്കാനാണ് ശ്രമമെന്ന് മന്ത്രി VN വാസവൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ മുൻ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇതുവരെ അറസ്റ്റിലായവരിൽ ആദ്യമായി ജയിൽ മോചിതനാകുന്ന വ്യക്തിയാണ് മുരാരി ബാബു. 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് സ്വാഭാവിക ജാമ്യം. അതേസമയം തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് 14 ദിവസം കൂടി നീട്ടി. തന്ത്രിയെ ഇന്നും കോടതിയിൽ ഹാജരാക്കി. തന്ത്രിയുടെ ജാമ്യാപേക്ഷ ഈ മാസം 28-ന് പരിഗണിക്കും. നാളെ നടക്കുന്ന 18ാമത് റോസ്ഗാർ മേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ സർക്കാർ വകുപ്പുകളിൽ പുതുതായി നിയമിതരായ ഉദ്യോഗാർത്ഥികൾക്ക് 61,000-ത്തിലധികം നിയമന ഉത്തരവുകൾ വിതരണം ചെയ്യും. വീഡിയോ കോൺഫറൻസിലൂടെ നടക്കുന്ന പരിപാടിയിൽ അദ്ദേഹം ഉദ്യോഗാർത്ഥികളെ അഭിസംബോധന ചെയ്യും. രാജ്യത്തുടനീളമുള്ള 45 ഇടങ്ങളിലാണ് 18ാമത് റോസ്ഗാർ മേള സംഘടിപ്പിക്കുന്നത്. ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ സംഘടിപ്പിച്ചു. രാജ്യത്തിന്റെ പൈതൃകവും സൈനിക കരുത്തും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്നതായിരുന്നു റിഹേഴ്സൽ. ജനുവരി 26-ന് കർത്തവ്യപഥിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിവാദ്യം സ്വീകരിക്കും. യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടയറും റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥികളാകും. ഇന്ത്യ ന്യൂസിലൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം റായ്പൂരിൽ പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ആദ്യം ബാറ്റ് ചെയ്യുന്ന ന്യൂസിലൻഡ് 5 ഓവറിൽ 2 വിക്കറ്റിന് 45 റൺസ് എടുത്തിട്ടുണ്ട്. ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. അടുത്ത 18 മാസത്തിനുള്ളിൽ ഇന്ത്യ സ്വന്തമായി മൊബൈൽ ബ്രാൻഡുകൾ പുറത്തിറക്കുമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഇലക്ട്രോണിക്സ് മേഖലയിൽ വൻ പുരോഗതിയിലേക്ക് നീങ്ങുന്ന രാജ്യത്തിന് സ്വന്തമായി മൊബൈൽ ബ്രാൻഡുകൾ ഉണ്ടാകേണ്ട സമയമാണിതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ US പ്രത്യേക പ്രസിഡൻഷ്യൽ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമായും വ്യവസായി ജാരഡ് കുഷ്ണറുമായും മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്തി. റഷ്യ യുക്രൈൻ വിഷയത്തിൽ നടന്ന ചർച്ചകൾ ഏകദേശം 4 മണിക്കൂറോളം നീണ്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ വികസനത്തിന് കേരളത്തിന്റെ വികസനം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവനന്തപുരത്ത് വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അമൃത് ഭാരത് ഉൾപ്പെടെ 4 ട്രെയിനുകളും ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇന്ത്യയുടെ ബഹുമുഖ ചരക്കു നീക്കത്തിന് ഉൾനാടൻ ജലപാതകൾ തന്ത്രപരമായ പങ്കാളിത്തം വഹിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. കേരളത്തിലെ ഉൾനാടൻ ജലപാതകളുടെ വികസനത്തിന് 1500 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചു. അവസരങ്ങളുടെ ചരിത്രപരമായ ജനാധിപത്യവൽക്കരണത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും.
ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് ജാമ്യം അനുവദിച്ചു. തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് 14 ദിവസം കൂടി നീട്ടി. ന്യൂസിലൻഡിനെതിരായ രണ്ടാം T20 ക്രിക്കറ്റ് മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.